ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ 8ാമത്തെ തോൽവിയാണ് ഇന്നലെ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ജംഷഡ്പൂർ FC അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഈ മത്സരത്തിൽ നമ്മുടെ പ്രധാന സ്ട്രൈക്കറായ ജീസസ് ജിമിനസ് കളിച്ചിരുന്നില്ല. പരിക്ക് കാരണം അദ്ദേഹത്തിന് ഈ മത്സരം നഷ്ടമാവുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭാവം നന്നായി നിഴലിച്ച് കാണുകയും ചെയ്തിരുന്നു. കാരണം ജീസസ് അവസരങ്ങൾ കിട്ടുമ്പോൾ അത് മുതലെടുക്കുന്നതിൽ പ്രശസ്തനാണ്. ഗോൾ അടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്ട്രൈക്കറെ നമ്മൾ നന്നായി മിസ് ചെയ്തിരുന്നു. ജീസസിൻ്റെ സ്ഥാനത്ത് പെപ്രയായിരുന്നു കളിച്ചിരുന്നത്. അദ്ദേഹത്തിന് പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നോവ സദോയ്ക്കും പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടു പേർക്കും ഇപ്പോൾ ആരാധകരിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. പെപ്രയുടെ പ്രകടനം മോശമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസുകൾ മിസ് ചെയ്ത രണ്ടാമത്തെ താരം അത് പെപ്രയാണ്. അദ്ദേഹം 5 ബിഗ് ചാൻസുകൾ മിസ് ചെയ്തിട്ടുണ്ട്. വലിയ അവസരങ്ങൾ ലഭിക്കുന്നു, അത് മുതലെടുക്കാൻ പെപ്രക്ക് കഴിയുന്നില്ല എന്നാണ് ഈ കണക്കുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാം സ്ഥാനത്ത് വരുന്നത് മുംബൈ സിറ്റിയുടെ കരേലിസ് ആണ്. അദ്ദേഹം 6 ബിഗ് ചാൻസുകൾ പാഴാക്കി. പെപ്ര 5 ബിഗ് ചാൻസുകൾ പാഴാക്കി. അതുപോലെ തന്നെ മുഹമ്മദൻ എസ്സിയുടെ ഫ്രാങ്ക വരുന്നുണ്ട്, 5 ചാൻസുകൾ പാഴാക്കി. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ അജാറെ വരുന്നുണ്ട്, 5 ബിഗ് ചാൻസുകൾ പാഴാക്കി. അതുപോലെ തന്നെ മുംബൈ സിറ്റിയുടെ ചാങ്തെ വരുന്നുണ്ട്, അദ്ദേഹവും 4 ബിഗ് ചാൻസുകളാണ് പാഴാക്കിയിട്ടുള്ളത്. പെപ്രയുടെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹം ഒരുപാട് മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല. ജീസസ് ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും പകരക്കാരൻ്റെ വേഷത്തിലാണ് അദ്ദേഹം എത്താറുള്ളത്. അതുപോലെ തന്നെ ജീസസ് ഇല്ലാത്തത് കൊണ്ട് ഈ 2 മത്സരങ്ങളിൽ അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ കിട്ടുന്ന അവസരങ്ങൾ അദ്ദേഹത്തിന് മുതലെടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഈ ഒരു കണക്കിൽ നിന്നും വ്യക്തമാകുന്നത്. അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.